അവിടെ ഇരുത്തു. മോളെ മെല്ലെ മെല്ലെ ഇരിക്ക. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അനഘയ്ക്ക് ഉടനെ വീട്ടിൽ പോവാം. പക്ഷേ മെഡിസിൻസ് നിർത്തരുത്. കൃത്യസമയത്ത് കഴിക്കണം. ഇവിടെ പിന്നെ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് സമയാസമയത്തിന് തരുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം ഇനിയും. അനഘയുടെ മാറ്റം ഞങ്ങൾ ഡോക്ടേഴ്സിന് ഇന്നും അത്ഭുതമാണ്. ഇനി പയ്യെ എല്ലാം മാറും അല്ലേ മേഡം? മാറണം. എങ്കിലേ ഞങ്ങളുടെ കഷ്ടപ്പാടിനും മൂർത്തി സാറ് മുടക്കിയ പണത്തിനുമൊക്കെ ഒരർത്ഥം ഉണ്ടാവുള്ളൂ. ഓരോ ദിവസം കഴിയുന്തോറും മെച്ചപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ട് മേഡം. പിന്നെ എന്റെ കണ്ണൊന്ന് തെറ്റുമ്പോ പതിയെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ എഴുന്നേക്കുമ്പോ വീഴോ മറ്റോ ചെയ്താ വീണ്ടും പഴയ കിടപ്പ് കിടക്കേണ്ടി വരും. ഞങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ പിന്തുടരുവാണെങ്കിൽ നല്ല മാറ്റം പ്രതീക്ഷിക്കാം. സംസാരിച്ചും തുടങ്ങും. അനഘയുടെ അടുത്തിരുന്ന് അനഘയെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കുന്ന ഒരു കുഞ്ഞു മോളുണ്ട് അനഘയ്ക്ക്. സത്യം പറഞ്ഞ ആ കുഞ്ഞ് ഈ ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും മനം കവർന്നിരിക്കുക. നേരത്തെ അമ്മ എപ്പം നടക്കും ഡോക്ടറെ എന്നായിരുന്നു ആ കുഞ്ഞ് ചോദിച്ചോണ്ടിരുന്നത്. എന്നാ ഇപ്പൊ ചോദിക്കുന്നത് എപ്പ സംസാരിക്കുമെന്നാ. അവളുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത്. പിന്നെ ഈശ്വരന്റെ സഹായവും അനഘയ്ക്ക് വേണ്ടുവോളുണ്ട്. എന്നാ പിന്നെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് മോളെ. ഏതുവരെ ഇങ്ങനെ ഇരുന്നാ മതിയോ? പഠിക്കാനൊന്നും പോണ്ടേ മോളെ? ഞാനിവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. കുറച്ചു ദിവസം കൂടി കഴിയുമ്പോ അമ്മയുടെ കൈയും പിടിച്ച് സ്കൂളിലൊക്കെ പോവാ കേട്ടോ. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഭാഗ്യം. അയ്യോ, സൂചി കാണുന്നത് മോക്ക് പേടിയാ. മോളും മുഖം തിരിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അമ്മയെ നോവിക്കാതെ അല്ലേ ആന്റി ഇഞ്ചക്ഷൻ എടുക്കുന്നത്? പിന്നെന്തിനാ പേടിക്കുന്നേ? എന്ത് പണിയാ സാറേ സാറി കാണിച്ചത്? എന്ത് പണിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ മരുന്ന് അനഘയ്ക്ക് കുത്തിവെച്ചിരുന്നെങ്കിൽ പിന്നെ അനഘ ഉണ്ടാവില്ലായിരുന്നു. എന്തൊക്കെയാ സാറി പറയുന്നേ? സാറേ അതിങ്ങ് തരാം. ഞാനേ ഇത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചക്ട് ചെയ്ത് തരാം. എന്റെ ശരീരത്തിൽ എന്തിനാ ഇഞ്ചക്ട് ചെയ്യുന്നേ? അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത ശേഷം അസുഖം ഉണ്ടാകുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ വിഷമല്ലേ? സാറേ, ഞാനിവിടെ 10-12 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാ. അതെ, അത്രയും വർഷം ജോലി ചെയ്തിട്ടും കുറച്ച് പൈസ കിട്ടിയപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊലയാളി ഉണ്ടായി. അതിന് ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ല. പറയേണ്ടവരോട് പറഞ്ഞോളാം. സാറേ, വെറുതെ എന്നെ കുറ്റക്കാരിയാക്കരുത്. നിങ്ങള് അനഘയുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ പോയ മരുന്ന് ദാ എന്റെ കയ്യിലിരിക്കുന്നത്. ഇനി ഈ മരുന്ന് പറയും സത്യങ്ങൾ. ആന്റി, ഇതുപോലെ പലരും വരും, പല വേഷത്തിലും. ശ്രദ്ധിച്ചോണം. നിങ്ങൾ നടക്ക. സാറേ, നടക്കാനല്ലേ പറഞ്ഞത്?
അനഘയോട് വലിയ സ്നേഹമാ ഡോക്ടറും ഈ ഹോസ്പിറ്റലുള്ളവരും കാണിച്ചത്. എന്നാ ഈ ഹോസ്പിറ്റലിലെ സകല റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാ ഇവർ ചെയ്തിരിക്കുന്നത്. അനഘയുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങിയ ഈ മരുന്നുണ്ടല്ലോ, ഇതൊന്ന് പരിശോധിക്കണം ഡോക്ടർ. ഇത് പോയിസൺ ആണ്. ശരിയാണോടി പറഞ്ഞത്? അനഘയ്ക്ക് അപകടം ഉണ്ടാവുന്നൊരു മെസ്സേജ് കിട്ടി. അത് പ്രകാരമാ അനഘയെ ചികിത്സിക്കുന്നവരുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തത്. അതിൽ സംശയം തോന്നിയ ചിലരുടെ ഫോൺ കോൾ ചോർത്തിയപ്പോഴാ ഇങ്ങനൊരു ചതി നടക്കുമെന്ന് മനസ്സിലായത്. സത്യം പറ, എന്താ സംഭവിച്ചത്? ഇതിലെ മെഡിസിൻ ചെക്ക് ചെയ്താ ആദർശ് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാ ചോദിച്ചത്. ഇനിയൊന്നും മറച്ചു വെക്കാൻ നിനക്ക് സാധിക്കില്ല. അനഘയെ കൊല്ലാനായിരുന്നോ പ്ലാൻ? നീ എന്താ ഒന്നും പറയാത്തത്? നീ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ അത് നിനക്ക് വാ തുറന്ന് പറയാലോ. നിന്നെക്കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. വാ ഇങ്ങോട്ട്. ഡോക്ടറിന് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. അനഘ നടന്നു തുടങ്ങിയെന്ന് അവരുടെ ശത്രുക്കൾ മനസ്സിലാക്കിയതോടെ ഗൂഢാലോചന തുടങ്ങിക്കഴിഞ്ഞു. ഇനി അനഘയുടെ മരണം തന്നെ അവർ ലക്ഷ്യമിക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും ഉടനെ ഇവിടുന്ന് ഡിസ്ചാർജ് ആവല്ലോ ആദർശേ. ഞങ്ങളും കൂടുതൽ കെയർ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, പുറത്തുനിന്നുള്ളവരെയെല്ലാം ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിനകത്തുള്ളവർ തന്നെ ഞങ്ങളുടെ ശത്രുവായ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊക്കെ ഒരുപാട് മതിപ്പുണ്ടായിരുന്ന ഒരു നേഴ്സാണ് ഇത് ചെയ്തിരിക്കുന്നത്. അനഘയെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ മീനുകളൊന്നും അല്ല. അവരൊക്കെ വമ്പൻ സ്രാവുകൾ തന്നെയാ. നന്നായിട്ട് പൈസ എറിഞ്ഞു കാണും ആ നഴ്സിന്റെ മനസ്സ് മാറ്റാനായിട്ട്. വീട്ടിലൊരുത്തനുണ്ട്, ഡോക്ടർക്കറിയാലോ, എല്ലാ ചതിയും ചെയ്യുന്നവന്. അവന് അനഘയുടെ മടങ്ങി വരവ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ഞാനൊന്ന് അനഘയെ കണ്ടിട്ട് വരാം. കേട്ടല്ലോ പറഞ്ഞത്. അനഘ ഇവിടുന്ന് പോകുന്നത് വരെ ആ കുട്ടിക്ക് ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. എല്ലാവരും കുറച്ച് കൂടുതൽ ശ്രദ്ധ ആ കുട്ടിക്ക് കൊടുക്കണം. ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിലാണ് അനഘ ഒന്ന് എഴുന്നേറ്റത്, ഒന്ന് നടന്നു തുടങ്ങിയത്. അതെല്ലാവർക്കും ഓർമ്മ വേണം. ശരി. എന്തൊക്കെയാ മോളെ ഇവിടെ സംഭവിക്കുന്നത്? ഇത്രയും ദിവസം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. സാറേ, സാറ് പറഞ്ഞത് ഉള്ളതാണോ? ആ നഴ്സ് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അറിയാം ആരാ ഇതിന്റെ പിന്നിലെന്ന്. എന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാതൻ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് വഴിതെറ്റിക്കുന്ന മെസ്സേജ് ഒന്നുമല്ല. അങ്ങനൊരു മെസ്സേജ് വന്നു. അനഘ ഏത് നിമിഷവും കൊല ചെയ്യപ്പെടുമെന്നും പറഞ്ഞു. അതിനുശേഷം ഞാൻ അനഘയെ നോക്കുന്ന എല്ലാ നഴ്സിന്റെയും ഫോൺ നമ്പർ കളക്ട് ചെയ്ത് എന്റെ ഫ്രണ്ട് സേവിയറിന് കൊടുത്തു. അങ്ങനെയാ ഈ നഴ്സിലേക്ക് എത്തിയത്. അവളൊക്കെ എന്ത് ജന്മങ്ങളാ സാറേ! പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ ആൾക്കാർ നമുക്കിടയിലുണ്ട് ഓമന ചേച്ചി. അവരിതല്ല, ഇതിനപ്പുറവും ചെയ്യും. ഈ നഴ്സിന്റെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നത് അറിയപ്പെടുന്ന ഒരു ക്രിമിനല്. അയാൾ 2-3 ദിവസമായിട്ട് നിരന്തരം അവരെ വിളിക്കുന്നുണ്ട്. അതില് ഒരു കോളിൽ നിന്ന് അനഘ ഇന്ന് കൊലപ്പെടുത്താൻ തീരുമാനിച്ചായിട്ട് അറിഞ്ഞത്. തലനാരിഴയ്ക്ക് മരണം അകന്നു പോയത്. ആ സമയത്ത് എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അനഘ അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട ഒരാളല്ല. നിന്നെ വിഷമിപ്പിച്ച ഒരുപാട് പേരിവിടെ ഉണ്ട്. അവർക്ക് തിരിച്ചടി കിട്ടുന്നത് നിനക്ക് കാണാൻ കഴിയണം. അതിനോടൊപ്പം നിന്റെ മോളുടെ കൂടെ നിനക്ക് ഒരുപാട് കാലം ജീവിക്കാനും കഴിയണം. മോള് വന്നേ. മോളുടെ അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അച്ഛനും നയനാമ്മയ്ക്കും ഉള്ളപ്പോ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടോ. ഞാനെന്നാ പോയിട്ട് വരാം. ശരി. എന്തായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി മോളെ. മോളെ, ആദർശിന് അജ്ഞാത സന്ദേശം അയച്ചത് ആരാണെന്ന് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നവ്യ ഒരിക്കലും വെള്ള പൂശരുത്. ഞാൻ മോളും ആദർശം വന്നപ്പോ നവ്യ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഏതോ പേഷ്യന്റിനെ കുറിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്. ഇനിയിപ്പോ ഞാനത് കേട്ടില്ലായിരുന്നെങ്കിലോ നിങ്ങൾ പോകുമായിരുന്നോ? പോവായിരുന്നു. കാരണം ആദർശേട്ടന് അൺനോൺ മെസ്സേജ് വന്നല്ലോ.
അതിപ്പോ നവ്യ അയച്ച മെസ്സേജ് ഒന്നും അല്ലല്ലോ. നവ്യേച്ചി ആരോടാണോ സംസാരിച്ചത് അവരയച്ചതാകാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ അനഘയെ സഹായിക്കാൻ നവ്യക്കാവോ? അങ്ങനൊരു സംശയം ഞങ്ങൾക്കും ഇല്ലാതില്ല. അതുകൊണ്ടാ ആദർശേട്ടൻ സേവ്യറിന്റെ അടുത്തോട്ട് പോയത്. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാവും. ആ അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജൊക്കെ എന്നും എനിക്കും ആദർശേട്ടനും ഒക്കെ ഹെൽപ്പായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാ അതിന്റെ പിന്നാലെ പോവാതിരുന്നത്. ഇനി എന്തായാലും ആരാണ് അതിന്റെ പിന്നിലെന്ന് കണ്ടെത്തിയിട്ടേ ആദർശേട്ടൻ അടങ്ങും. എനിക്കും ആകാംക്ഷയുണ്ട് അത് ആരാണെന്നറിയാൻ. നവ്യേച്ചിയുടെ ഇപ്പോഴത്തെ പോക്കൊക്കെ ആർക്കും പിടിയിട്ടാത്ത രീതിയിലാമ്മേ. ഓർമ്മയായ നാൾ മുതൽ ചേച്ചിയെ ഞാൻ കാണുന്നതല്ലേ. അതുകൊണ്ട് ആ മുഖത്തുണ്ടാവുന്ന ഓരോ മാറ്റവും എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. ചേച്ചി പല സമയത്തും എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. അവളിനി സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമോ മോളെ? അതാ എന്റെയും സംശയം. അങ്ങനെയെങ്കിൽ നവ്യേച്ചി നമുക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാ. അങ്ങനെ ഒരു നല്ല മനസ്സ് അവൾക്കുണ്ടെങ്കിൽ അതവൾക്ക് നമ്മളോട് വെളിപ്പെടുത്തിക്കൂടെ? എന്തായാലും ആരാണ് ആ അജ്ഞാത മെസ്സേജ് അയക്കുന്നതെന്ന് അറിയട്ടെ അമ്മേ. അതോടെ മിക്കവാറും ചേച്ചിയുടെ ഈ കള്ളക്കളി പൊളിയും. ഇരിക്കും സാറേ. ഞാൻ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞതേ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടിയതുകൊണ്ടാ. എന്താ സേവ്യർ? അന്ന് ഒരു പെൺകുട്ടിയുടെ വിഷ്വൽസും നവ്യയുടെ ഫോൺ നമ്പറും തന്നിരുന്നില്ലേ? ആ നമ്പറിലേക്ക് നിരന്തരം കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് ദേ ഈ നമ്പറിൽ നിന്നാ. ലൊക്കേഷൻ കിട്ടിയോ? ആ കിട്ടിയിട്ടുണ്ട്. അപ്പോ അവിടെ വിശദമായിട്ടൊരു അന്വേഷണം നടത്താമല്ലോ. ഉറപ്പായിട്ടും. ചന്ദനത്തോപ്പിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകുമ്പോൾ കുറച്ച് വീടുകളുണ്ട്. അവിടെയാണ് ഈ നമ്പറിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. അവിടെ സാറൊന്ന് അന്വേഷിക്കുക. അതിനിടയ്ക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം. എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. എന്ന് മാത്രമല്ല നവ്യമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഈ പറയുന്ന ആൾക്കുള്ളത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ വിളിക്കില്ലല്ലോ. നവ്യയ്ക്ക് ഈ പറയുന്ന ആൾ മാത്രമായിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. വേറെ ആരെയും ഇപ്പം അധികം വിളിക്കുന്നില്ല. അതും അങ്ങോട്ടും ഇങ്ങോട്ടും വിളി പോയിട്ടുണ്ട്. രാത്രി ഒരു 1 മണിക്ക് ശേഷമൊക്കെ അവർ തമ്മിൽ സംസാരിച്ചായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ അജ്ഞാതനെ കണ്ടെത്താൻ വേണ്ടി വളരെ കുറച്ച് സമയം മതിയല്ലേ? അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയില്ലേ? ശരി സേവ്യറെ, ഞാനേ സേവ്യർ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. അതുപോലെ നയനെ വിളിച്ച് ഇപ്പം തന്നെ ചോദിക്കാം അവിടെ നവ്യയുടെ പരിചയക്കാരെങ്കിലും ഉണ്ടോ എന്ന്. ശരി സാർ, ഞാൻ പോയിട്ട് സേവ്യറിനെ വിളിക്കാം. നവ്യോ? അജ്ഞാത മെസ്സേജുകാരിയുടെ വീട് മാത്രമല്ല, അവളെയും നവ്യയെ ഒന്നിച്ച് കാണാനും പറ്റി. അപ്പോ ആ അജ്ഞാത നമ്പറിന്റെ അവകാശി ഈ പറയുന്ന നമിതയാണെങ്കിൽ ചേച്ചി നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മുടെ ഓരോ നീക്കങ്ങളും അവൾ ചോർത്തിയെടുക്കുന്നതാണെങ്കിലോ? ആദർശേട്ടൻ അന്ന് ആ ഫംഗ്ഷന് വന്നില്ലല്ലോ. അനിയും ഞാനും കൂടി പങ്കെടുത്ത ആ ഡിസൈൻ കോമ്പറ്റീഷനില് അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോ അബിയുടെയും ഡേവിഡിന്റെയും മുഖം ഇരുണ്ടത് ഞാൻ കണ്ടതാ. പക്ഷെ ആ സമയത്തെ
ചേച്ചിയുടെ മുഖത്ത് വലിയ വിഷമമൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ നോക്കുമ്പോ ഗൗരവത്തിൽ നിന്നെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ ചേച്ചി ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പല സംഭവങ്ങളും നടക്കുമ്പോ ചേച്ചി നിസ്സംഗയായിട്ടാണ് നിന്നിട്ടുള്ളത്. നമ്മൾ മുഖം തിരിക്കുമ്പോ ചേച്ചി സന്തോഷിക്കുന്നൊക്കെ ഞാൻ കണ്ടു. ഇപ്പൊ നീ പറഞ്ഞപ്പോഴേ എനിക്കും അങ്ങനെ ചില സംശയങ്ങളുണ്ട്. ആദർശൻ അറിയാലോ, ഞങ്ങളുടെ വീട്ടില് സ്വന്തം കാര്യത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ആളായിരുന്നു ചേച്ചി. പക്ഷേ ഇവിടെ അഭി ചേച്ചിയുടെ ലൈഫ് വെച്ചിട്ടാ കളിച്ചത്. അവിടെ എന്റെ അമ്മയാ അഭിയുടെ തെറ്റുകൾ ചേച്ചിയോട് പറഞ്ഞത്. അതത്ര നിസ്സാരമായിട്ട് ചേച്ചി തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് സത്യങ്ങൾ അറിഞ്ഞു കാണോ? നമിതയുടെ മെസ്സേജുകൾ നമ്മളെ അപകടത്തിൽപ്പെടുത്താനായിരുന്നില്ലല്ലോ, രക്ഷിക്കാനായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ചേച്ചിയുടെ പോക്ക് നേർവഴിക്കാണെന്ന് കരുതേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ അവൾക്കത് നിന്നോടെങ്കിലും പറഞ്ഞൂടെ? അവിടെയാ ഒരു സംശയം നിലനിൽക്കുന്നത്. അമ്മയും അച്ഛനെയും കാണുമ്പോ പോലും വളരെ രൂക്ഷമായിട്ടാ ചേച്ചി പ്രതികരിക്കുന്നത്. എന്തായാലും നാളെ തന്നെ അറിയുന്നതിന്റെ ഡീറ്റെയിൽസ്. അവർ തമ്മിൽ അയച്ച മെസ്സേജുകളൊക്കെ സേവിയർ ചോർത്തും. അതിനുശേഷം നമുക്ക് നിന്റെ ചേച്ചിയെ കൈയോടെ പിടിക്കാം. ചേച്ചി നമ്മളെ സഹായിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ AN ജ്വല്ലറിയെയും അഭിയെയൊക്കെ തകർക്കാനാ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു നാടകം ചേച്ചി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ സത്യങ്ങളൊക്കെ അഭിയെയും അവന്റെ അമ്മയെയും അറിയിക്കാൻ പാടില്ല. അനിയുടെ അഭിപ്രായത്തിൽ അവന്തിക അത്ര നല്ല സ്വഭാവക്കാരി അല്ലെന്നാ പറയുന്നത്. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്നാലും അനി അങ്ങനെ ഒരു സംശയം പറഞ്ഞ സ്ഥിതിക്ക് അവളോട് നമ്മളൊന്നും പറയണ്ട. എങ്ങനെയെങ്കിലും ചേച്ചി അഭിയുടെ തെറ്റുകളൊന്നും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന എനിക്കിപ്പോ ഉള്ളൂ. നമ്മുടെ ചെറിയ നീക്കങ്ങൾ പോലും ആദർശ് അറിയുന്നുണ്ട്. അല്ലെങ്കിൽ അവനെ ആരോ അറിയിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കുന്നതാരാ? അച്ഛാ, മാളവിക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അവള് പോയല്ലോ. നമ്മുടെ ഫോണൊക്കെ ആരോ ചോർത്തുന്നുണ്ട് മോനെ, പ്രത്യേകിച്ച് നിന്റെ. അവള് നടന്നു തുടങ്ങി അനഘ. ഇനി അവള് സംസാരിച്ചു തുടങ്ങിയാൽ നിനക്കെതിരെ നിർത്താൻ പറ്റിയ ഏറ്റവും ശക്തമായ തെളിവാണവൾ. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അച്ഛാ. നവ്യ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവന് തന്നെ ഭീഷണിയാ. ഇപ്പം നവ്യയോട് എന്റെ വീട്ടിലുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാ എനിക്കവിടെ പിടിച്ചേക്കാൻ പറ്റുന്നത്. നവ്യ സത്യം അറിഞ്ഞിട്ട് എനിക്കെതിരെ തിരിഞ്ഞാ അവിടെ ഒരു കുഞ്ഞു പോലും കാണത്തില്ല എനിക്കൊപ്പം നിൽക്കാൻ. അച്ഛനറിയാലോ, അച്ഛനും ഞാനും തമ്മിൽ അടുപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ട് അമ്മ പോലും എനിക്കിപ്പോ എതിരാണ്. അതുകൊണ്ട് അനക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതായേ പറ്റൂ. DNA ടെസ്റ്റ് നടത്താനായിട്ട് നവ്യ ഡേവിഡിനെ സമീപിച്ചതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. ഇപ്പോഴും അവളുടെ വിശ്വാസം ചന്തുമോള് നിന്റേതല്ലെന്നാണ്. പക്ഷെ അത് പൊളിയാൻ ഒരു നിമിഷം മതി. ഇപ്പോഴും അവളുടെ വിശ്വാസം ചന്തുമോള് നിന്റേതല്ലെന്നാണ്. പക്ഷെ അത് പൊളിയാൻ ഒരു നിമിഷം മതി. മോനെ, നിന്നെ ന്യായീകരിക്കുമ്പോഴും നിന്റെ ആ പ്രവൃത്തിയിൽ എനിക്ക് നല്ല വേദനയുണ്ട്. ഒരു പെൺകുട്ടികളെ അങ്ങനെ ചതിക്കാൻ പാടില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ അമ്മയെ പിരിഞ്ഞ ശേഷം ഞാൻ മറ്റൊരു പെണ്ണിന്റെ പുറകെ പോയിട്ടില്ല. നിങ്ങൾ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ മടങ്ങി വന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള എനിക്ക് നീ അനഘയോട് ചെയ്ത വഞ്ചന ഉൾക്കൊള്ളാൻ പറ്റില്ല. നിന്റെ നിലനിൽപ്പിന് വേണ്ടിയാ ഞാൻ അവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പോഴും നിന്റെ മോളോട് ഞാനത് ചെയ്തില്ല. മോനെ, ചന്തുമോള് നിന്റെ ചോരയാണ്. ആ ഓർമ്മ നിനക്കെപ്പോഴും വേണം. അതെനിക്ക് ഉണ്ടച്ച. പക്ഷെ മോളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സ്നേഹിച്ച നവ്യ സംശയിക്കില്ലേ? നിന്റെ ഈ പറച്ചിലിൽ ഞാൻ വലിയ ആത്മാർത്ഥ്യമൊന്നും കാണുന്നില്ല. നിനക്ക് നിന്റെ കുഞ്ഞിനോട് ഒരു തരത്തിലുള്ള സ്നേഹവും വാത്സല്യവും ഇല്ല. കുഞ്ഞിനെ കൂടി കൊന്നാ അത്രയും നല്ലത്. അങ്ങനെ നിന്റെ പോക്ക്. അത് അച്ഛന്റെ വെറും തോന്നല മാത്രമാ. മനുഷ്യ മനസ്സിനെ ഞാൻ അറിഞ്ഞ പോലെ നീ അറിഞ്ഞിട്ടില്ല മോനെ.
അതുകൊണ്ടിനി നിന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കണ്ട. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്ന പോലും കൃത്യമായി വീക്ഷിക്കുന്ന 2 കണ്ണുകളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണുന്നത് പോലും കുറയ്ക്കണം. ഓ, അവൾ ആലോചിച്ചു കൂട്ടുക അവളുടെ അനിയത്തി എങ്ങനെ ഇവിടെ കേറ്റാന്ന്. നവീന് നന്ദുവിനെ ആലോചിച്ചല്ലോ, പിന്നെന്തിനാ അവൾക്ക് അനിയെ വേണമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നത്? അവൾ അങ്ങനെ നിന്നിട്ടില്ല. അനിയാണ് നന്ദുവിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. ഇതൊക്കെ കനകയുടെ ദുർമന്ത്രവാദം കൊണ്ട് സംഭവിക്കുന്നതാണെന്നാ ജാനകി പോലും പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല പയ്യന്മാർക്ക് ഈ നാട്ടിൽ എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടും. അവരൊക്കെ എന്തിനാ ഇവളുടെ പുറകെ നടക്കുന്നത്? അങ്ങനെ ദുർമന്ത്രവാദം നടത്തി കാര്യം സാധിക്കാൻ കഴിയുമെങ്കിൽ അപ്പച്ചിക്കത് ചെയ്തൂടെ? അനിയുടെ മനസ്സ് മാറി അവന്തിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ദുർമന്ത്രവാദിയെ പോയി കണ്ടൂടെ? അങ്ങനെ നടത്തേണ്ട ഒന്നല്ലടി വിവാഹം എന്ന് പറയുന്നത്. നിന്റെ അമ്മ എന്തൊക്കെ ദുർമന്ത്രവാദം നടത്തിയാലും നന്ദു ഈ വീട്ടിന്റെ പടി കടന്നു വരില്ല. അതെന്റെ നിലപാടല്ല. എന്നേക്കാൾ കൂടുതൽ അങ്ങനെ തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് അനിയുടെ അമ്മയാണ്. അങ്ങനെ അവൾ ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്റെ സ്റ്റാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഇനി അനിയുടെ ലൈഫിൽ ഞാൻ ഇടപെടില്ല. അവൻ എന്താണോ ഇഷ്ടം അതിനൊപ്പമേ ഞാനും ആദർശേട്ടന് നിൽക്കൂ. അല്ലെങ്കിലും നീയൊക്കെ അങ്ങനെ നിൽക്കത്തുള്ളടി. പിന്നെ അഭിനയിക്കാൻ അറിയാവുന്ന അച്ഛന്റെ അമ്മയുടെ മോളല്ലേ? അപ്പൊ നിനക്ക് അഭിനയിച്ച് തകർക്കാൻ പറ്റും. ആയിക്കോട്ടെ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, സ്നേഹിക്കുന്നവരെ വേർപിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവരാണ് കൂടി ചേരേണ്ടത്. എടോ പത്മം, ആ നന്ദുവിനെ ഉണ്ടല്ലോ, അവളെ നവീൻ ഒരുപാട് ഇഷ്ടമായി. നന്ദുവിന്റെ വീട്ടിൽ പോയി നവീൻ കല്യാണ ആലോചനയും നടത്തി. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അൺനോൺ മെസ്സേജ് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. എങ്കിലും നവ്യയുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാനും നീയൊക്കെ ചിന്തിക്കുന്നത് പോലെ അവൾ നേർവഴിക്കാണെങ്കിൽ ഇന്ന് ഈ നാടകം നമുക്ക് പൊളിക്കണം.